അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ ചാനൽ കാണുന്ന മുത്തു മുഅ്മിനീങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടായിരിക്കും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം കാഴ്ച ശക്തി വർദ്ധിക്കാൻ, മരണം വരെ കാഴ്ച ശക്തി നഷ്ടപ്പെടാതെ ജീവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില മാർഗങ്ങളാണ്. ഈ വിഷയം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. കണ്ണിന് വേദനയാണ് ഉസ്താദെ, കാഴ്ച ശക്തി ഇല്ല ഉസ്താദെ. പഴയ കാലത്തൊക്കെ നല്ല കാഴ്ച ശക്തി ഉണ്ടായിരുന്നു, ഇപ്പൊ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതാൻ കഴിയുന്നില്ല, പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല, ഒരു സ്ഥലത്തേക്ക് ശരിക്ക് പോകാൻ പോലും കഴിയുന്നില്ല. ആ രൂപത്തിലായിട്ടുണ്ട് ഞങ്ങളെ കണ്ണിന്റെ കാഴ്ച എന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവരുടെ കാഴ്ച ശക്തി തിരിച്ചു വരികയും കാഴ്ച ശക്തി ഉള്ളവരുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾക്ക് റാഹത്തോടുകൂടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ കാഴ്ച ശക്തി നിലനിൽക്കാനുള്ള ചില ഭക്ഷണങ്ങളും നമ്മളെ മജ്ലിസിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാഴ്ച ശക്തി നിലനിൽക്കാൻ ഒന്നാമതായി നാം ചെയ്യേണ്ടത് സൂറത്ത് തക്ബീർ ഓതി മന്ത്രിച്ചൂതുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു തക്ബീർ എന്ന് പറയുന്നത്. 81ാമത്തെ സൂറത്താണ്. ഈ സൂറത്തു തക്ബീർ നിരന്തരമായി നമ്മൾ പാരായണം ചെയ്താൽ നമ്മളെ കാഴ്ച ശക്തി നഷ്ടപ്പെടുകയില്ല. ഇനി അങ്ങനെ കാഴ്ച ശക്തി കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് സൂറത്തു തക്ബീർ പാരായണം ചെയ്തുകൊണ്ട് നമ്മളെ കണ്ണിൽ മന്ത്രിച്ചൂതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കണ്ണിന്റെ വേദന മാറും, കണ്ണിന്റെ അസുഖങ്ങൾ മാറും, കാഴ്ച ശക്തി നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് മഹാന്മാര് ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം സൂറത്തുൽ മുനാഫിക്ക് പാരായണം ചെയ്ത് മന്ത്രിച്ചൂതുക എന്നുള്ളതാണ്. സൂറത്തുൽ മുനാഫിക്ക് നമ്മൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആനിലെ. ആ സൂറത്തുൽ മുനാഫിക്ക് ഒരാൾ കണ്ണിലേക്ക് മന്ത്രിച്ചൂതി കഴിഞ്ഞാൽ അവന്റെ കണ്ണിന്റെ അസുഖങ്ങളൊക്കെ മാറും, കാഴ്ച ശക്തി നിലനിൽക്കും. കാഴ്ച ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് തിരിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ഉസ്താദുമാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത് സൂറത്തുൽ മുനാഫിക്ക് പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിച്ചൂതുക എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ലാഹിറു. യാ ലാഹിറു യാ അല്ലാഹ്. യാ ലാഹിർ എന്ന് പറയുന്ന ഇസ്മ അത്ഭുതങ്ങളുടെ കലവറയാണെന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യാ ലാഹിറു യാ അല്ലാഹ് എന്ന ഇസ്മ ളുഹാ നിസ്കാരത്തിന്റെ ശേഷം 500 പ്രാവശ്യം യാ ലാഹിറു യാ ലാഹിറു യാ ലാഹിറു എന്ന ഇസ്മ ചൊല്ലിയിട്ട് നമ്മളെ കണ്ണിലേക്ക് മന്ത്രി ചൂതി കഴിഞ്ഞാൽ, നമ്മളെ കയ്യിൽ ഊതുക, എന്നിട്ട് കൈ കൊണ്ട് കണ്ണിൽ ഇങ്ങനെ തടവി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കണ്ണിന്റെ അസുഖങ്ങൾ മാറും, തിമിരത്തിന്റെ അസുഖങ്ങൾ മാറും, കാഴ്ച ശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ മഹാന്മാര് പറയുന്നുണ്ട് 80,000 വട്ടം ഒരാൾ യാ ലാഹിറു എന്ന ഇസ്മ പാരായണം ചെയ്ത് മന്ത്രി ചൂതി കഴിഞ്ഞാലും അവന്റെ കണ്ണിന്റെ എന്ത് അസുഖമുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കും. മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കാഴ്ച ശക്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മഹാന്മാര് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഇസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ ബസീർ. യാ ബസീറു യാ അല്ലാഹ് എന്ന ഇസ്മ 100 പ്രാവശ്യം ഓതി കണ്ണിലേക്ക് മന്ത്രിച്ചൂതുക. നമ്മൾക്ക് ചിലപ്പോൾ കണ്ണിക്ക് ഇങ്ങനെ ഊതാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഭാര്യയോട് പറയാ, അതല്ലെങ്കിൽ മക്കളോട് പറയാ, അതല്ലെങ്കിൽ മന്ത്രി ചൂതി തരാൻ പറ്റുന്ന ഉസ്താദുമാരോട് പറയാ, ഒരു 100 വട്ടം യാ ബസീറു യാ ബസീറു യാ ബസീറു യാ ബസീറു എന്ന ഇസ്മു ചൊല്ലി എന്നെ കണ്ണിലേക്കൊന്ന് മന്ത്രി ചൂതി തരണമെന്ന്. ഇൻഷാ അല്ലാഹ് കണ്ണിന്റെ അസുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾക്ക് ശിഫയാക്കി തരുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കണ്ണിന്റെ കാഴ്ച ശക്തി നിലനിൽക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുപ്പം മുതൽ തന്നെ ഖുർആനിലേക്ക് നോക്കുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലേക്ക് ഇങ്ങനെ നിരന്തരമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന് ശക്തി കൂടും, നമ്മളെ കണ്ണിന്റെ പവർ കൂടും. അതുകൊണ്ട് തന്നെ മരണം വരെ അവനിക്ക് കാഴ്ച ശക്തി നിലനിൽക്കും എന്നുള്ളതാണ്. ഇത് ചില ആളുകൾ ഖുർആൻ തന്നെ നോക്കൂല. ചില ആളുകൾ പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോഴാണ്
ഖുർആൻ ഓതുക. അങ്ങനെയല്ല, എല്ലാ സമയത്തും എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടാൽ, ഖുർആനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് കണ്ണിന്റെ അസുഖമുള്ള ആളുകളുടെ എല്ലാ അസുഖങ്ങളും ശിഫയാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ഉസ്താദുമാര് പറയുന്നുണ്ട്, മാസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ആകാശത്ത് കാണുന്ന നിലാവുണ്ടല്ലോ, ആകാശത്ത് കാണുന്ന മാസത്തിനെ നമ്മൾ നോക്കി നിൽക്കുക. നോക്കി നിൽക്കുന്ന സമയത്ത് 10 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹയും 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്ത് നമ്മളെ കണ്ണിലേക്ക് മന്ത്രിച്ചൂതി കഴിഞ്ഞാൽ, കണ്ണിലേക്ക് മന്ത്രിച്ചൂതുക എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് മന്ത്രിച്ചൂതുക, എന്നിട്ട് കണ്ണിൽ ഇങ്ങനെ തടവി കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി നിലനിൽക്കുകയാണ്. ഇതൊക്കെ ആത്മീയമായ മരുന്നുകളാണ്. ഇതെന്താണ് വെറുതെ ഇങ്ങനെ പറയാണ്, ഇതൊക്കെ തട്ടിപ്പുകളാണ് എന്നാരും പറയേണ്ട. വിശ്വാസമുള്ളവർക്ക് ചെയ്യാം. വിശ്വാസികളോടാണ് എന്റെ സംസാരം. വിശ്വാസമില്ലാത്ത ആളുകളോട് എനിക്ക് സംസാരിക്കേണ്ടതില്ല. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആൻ അതുപോലെ അസ്മാഉൽ ഹുസ്ന എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത് ഫീഹി ശിഫാഉൽ ലിന്നാസ്, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ മാനസികമാകട്ടെ എല്ലാ പ്രയാസങ്ങൾക്കും ഖുർആനിൽ മരുന്നുണ്ട്. ഖുർആൻ ആത്മീയമായ മരുന്നാണ്. ഹബീബായ തങ്ങള് ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തിയിട്ടുണ്ട്. സഹാബിമാര് ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തിയിട്ടുണ്ട്. അമ്പിയാക്കൾ, ഔലിയാക്കള്, സലഫു സാലിഹീങ്ങള്, സഹാബത്തെ കിറാം ഖുർആൻ കൊണ്ട് ചികിത്സ നടത്തിയിട്ടുണ്ട്. അപ്പൊ വിശ്വാസമുള്ള ആളുകളോടാണ് ഇതൊക്കെ ഞാൻ ചെയ്യാൻ പറയുന്നത്. ഞാൻ സംസാരിക്കുന്നതും വിശ്വാസികളോടാണ്. അപ്പോൾ ചന്ദ്രനിലേക്ക് നോക്കി 10 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്ക് 3 ദിവസം 3 പ്രാവശ്യം പാരായണം ചെയ്യുക. എന്ന കണ്ണിന്റെ അസുഖങ്ങളൊക്കെ മാറും. സൂറത്തുൽ മുൽക്ക് കാണാതെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. മദ്രസ മുതൽ തന്നെ നമ്മൾ സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിക്കുന്നവരാണ്. ആ സൂറത്തുൽ മുൽക്ക് 3 ദിവസം ഓതണം. എല്ലാ ദിവസവും 3 പ്രാവശ്യം ഓതണം. അങ്ങനെ ഓതി കണ്ണിലേക്ക് മന്ത്രിച്ചൂതി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കണ്ണിന്റെ അസുഖം മാറും. അതെന്ത് അസുഖമാണെങ്കിലും, കണ്ണ് വേദനയാവാം, തിമിരമാകാം, കാഴ്ചശക്തി കുറയലാകാം, കണ്ണിങ്ങനെ മങ്ങി കാണുന്നതാവാം, എന്തുമാവാം, കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ മാറുമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണിന്റെ അസുഖം മാറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, ഒരു ആത്മീയമായ മരുന്നാണ് മഹാനരായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതുക എന്നുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിന് വേണ്ടി ഷഹീദായ മഹാനാണ്. ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹാനാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹോദരനാണ് ഹംസ റളിയല്ലാഹു അൻഹു, പിതൃവനാണ് ഹംസ റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കണ്ണിന്റെ അസുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കി തരുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കണ്ണിന്റെ അസുഖം മാറാനുള്ള ചില പൊടിക്കൈകളാണ്. കണ്ണിന്റെ അസുഖം മാറാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉലുവ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഉലുവ എല്ലാവർക്കും അറിയാം. സുലഭമായി നമ്മളെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ഉലുവ. ആ ഉലുവ രാത്രി ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. നല്ല ചൂടുള്ള വെള്ളമല്ല, ഒരു മിതമായ ചൂടുള്ള വെള്ളത്തിൽ രാത്രി ഉലുവ ഇട്ട് വെക്കുക. അതിനുശേഷം രാവിലെ എണീറ്റുകൊണ്ട് വെറും വയറ്റിൽ ആ ഉലുവ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഉലുവ ചവച്ചരച്ച് കഴിക്കുകയും ഉലുവ വെള്ളം കുടിക്കുകയും ചെയ്താൽ നമ്മളെ കണ്ണിന് നല്ല പവർ ഉണ്ടാവും. നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി മരണം വരെ നിലനിൽക്കുമെന്നുള്ളതാണ്. കാരണം ഉലുവക്ക് അതിനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. കണ്ണിന്റെ കാഴ്ചശക്തിക്ക് മാത്രമല്ല, നമ്മളെ ശരീരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസിന്, ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ഉലുവ നല്ലതാണ് എന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നതായി കാണാം. അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചശക്തി നിലനിർത്തുന്ന മറ്റൊരു വസ്തുവാണ് പെരുംജീരകം എന്ന് പറയുന്നത്. വലിയ ജീരകം, ആരും ഉണ്ടാവില്ല, എല്ലാവരും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പെരുംജീരകം. ആ പെരുംജീരകം പല ആളുകളും പല സമയത്തും കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ബിരിയാണി ഒക്കെ കഴിച്ചാൽ പെരുംജീരകം കഴിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ പെരുംജീരകം നമ്മൾ നിരന്തരമായി കഴിച്ചാൽ, അനാവശ്യമായി കഴിക്കരുത്. അനാവശ്യമായി കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വിഷം തന്നെയാണ്. അതൊക്കെ ശരീരത്തിന് ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. പാകത്തിനായി മിതമായി പെരുംജീരകം കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി നിലനിൽക്കും, കണ്ണിന് നല്ല പവർ കിട്ടും. അതുപോലെ ഈ പെരുംജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാക്കി ആ വെള്ളം കുടിച്ചാലും കണ്ണിന്റെ കാഴ്ചശക്തി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പല ആളുകളും ചെറിയ ജീരകമാണ് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നിങ്ങൾ പെരുംജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഒന്ന് കുടിച്ചു നോക്കി. കണ്ണിന് നല്ല ശക്തി ഉണ്ടാവും, കണ്ണിന് നല്ല ഊർജം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്നുള്ളതാണ്. അതുപോലെ ശംഖ് പുഷ്പം എന്ന് പറയുന്ന ഒരു പുഷ്പമുണ്ട്. ആ പുഷ്പം
രാത്രി വെള്ളത്തിലിട്ട് രാവിലെ ആ പുഷ്പം ഒഴിവാക്കി ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി നിലനിൽക്കുകയാണ്. തിമിരം എന്ന് പറയുന്ന അസുഖമൊക്കെ മാറാൻ ശംഖുപുഷ്പം നല്ലതാണെന്ന് വലിയ വലിയ ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണല്ലോ മധുരക്കിഴങ്ങ്. നമ്മുടെ ചായകൾക്കൊക്കെ കടിയായി ഉപയോഗിക്കുന്ന ഒന്നാണ് മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് കഴിച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തി നിലനിൽക്കും. മധുരക്കിഴങ്ങ് എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ അത് വേവിച്ച് കഴിക്കാം, അത് കറിയായി കഴിക്കാം, അത് കൂട്ടാനായി കഴിക്കാം, ഇങ്ങനെയൊക്കെ കഴിക്കാം, പുഴുങ്ങി കഴിക്കാം. ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കണ്ണിന്റെ കാഴ്ചശക്തി നിലനിൽക്കും, കണ്ണിന് നല്ല ഊർജം ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒന്നാണ് ചെറുപയർ. ചെറുപയർ ഒരു നേരത്തെ ഭക്ഷണമായി കഴിച്ചാലും കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറയുന്നതായി കാണാം. ആ ചെറുപയർ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് തന്നെ നല്ല ഉന്മേഷം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും. ഗർഭിണികളൊക്കെ ചെറുപയർ ചൂടാക്കിയിട്ടോ അതല്ലെങ്കിൽ മുളപ്പിച്ചിട്ടോ കഴിക്കണമെന്ന് വലിയ വലിയ വിദഗ്ധന്മാരായ ഡോക്ടർമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ചെറുപയറുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രാവിലെ ഒരു നേരത്തെ ഭക്ഷണമായി അതല്ലെങ്കിൽ രാവിലെ കറിക്കായി ചെറുപയർ ഉപയോഗിക്കുക. ചെറുപയറിന് പുഴുങ്ങി കഴിക്കാം, കൂട്ടാനായി കഴിക്കാം, അതുപോലെ തന്നെ കറിയിലിട്ട് കഴിക്കാം. എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമാണ്. പ്രത്യേകിച്ച് നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തിക്ക് നല്ലതാണ് ചെറുപയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പച്ചനെല്ലിക്ക ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. പച്ചനെല്ലിക്ക അച്ചാറായി കഴിക്കാറുണ്ട്, ഉപ്പിലിട്ട് കഴിക്കാറുണ്ട്. അത് അങ്ങനെയൊന്നല്ല, പച്ചയായിട്ട് ഒരു ദിവസം കഴിക്കുക. ദിവസത്തിൽ ഒന്ന്. ഇങ്ങനെ അനാവശ്യമായി കഴിക്കാൻ പറ്റൂല. അനാവശ്യമായി നമ്മൾ എന്ത് കഴിച്ചാലും അത് ശരീരത്തിന് മോശമായി ബാധിക്കും. അപ്പൊ പച്ചനെല്ലിക്ക നമ്മൾ ദിവസവും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ശരീരത്തിന് നല്ല ഗുണമുണ്ടാവും, പ്രത്യേകിച്ച് നമ്മളെ കണ്ണിന് നല്ല ഗുണമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ബദാം ഇഷ്ടപ്പെടാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ബദാം എന്ന് പറയുന്നത്. ആ ബദാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന് നല്ല കാഴ്ചശക്തി ഉണ്ടാവും. ബദാം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ബദാം കഴിക്കാൻ ഏറ്റവും നല്ലത് രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കുക, രാവിലെ അതിന്റെ തോല് കളഞ്ഞ് കഴിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തൊലി കളയാതെ ബദാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറിന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ബദാം ഏറ്റവും നല്ലത് രാത്രി വെള്ളത്തിലിട്ട് രാവിലെ വെറും വയറ്റിൽ തോല് കളഞ്ഞു കഴിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണിന്റെ എല്ലാ അസുഖങ്ങളും അള്ളാഹു ശിഫയാക്കി തരട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ഈ കണ്ണെന്ന് പറയുന്നത്. കണ്ണില്ലെങ്കിലേ കണ്ണിന്റെ അവസ്ഥ നമ്മൾക്കൊക്കെ അറിയുള്ളൂ. കണ്ണില്ലാത്ത എത്ര ആളുകളുണ്ടോ അള്ളാഹുവെ, അവർക്കൊക്കെ നീ കാഴ്ചശക്തി കൊടുക്കണേ റഹ്മാനെ. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിട്ട് എത്ര ഉപ്പമാരാണ് നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടെന്നോ. അവരെ വിഷമം എന്താണെന്നറിയോ? ഉസ്താദെ ഖുർആൻ ഓതാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സലാത്ത് ചെല്ലാൻ കഴിയുന്ന വലിയ വലിയ സലാത്തുകളൊന്നും നോക്കി ചെല്ലാൻ കഴിയുന്നില്ല, വെള്ളിയാഴ്ച അൽകഹഫ് സൂറത്ത് ഓതാൻ കഴിയുന്നില്ല ഉസ്താദെ എന്ന് സങ്കടം പറഞ്ഞ് എത്ര ഉപ്പമാരുണ്ടെന്നറിയോ. അള്ളാഹു അവർക്കൊക്കെ നീ നല്ല കാഴ്ചശക്തി കൊടുക്കണേ റഹ്മാനെ. കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ കണ്ണിന്റെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനും നല്ല നിലക്ക് ജീവിക്കാനുമുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അവരൊക്കെ നീ കാക്കണേ അല്ലാ. അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.